ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. വേദപുസ്തകത്തിൽ യേശു കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. തൻ്റെ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയപ്പോൾ അവരോട് ഉണർന്നിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഇത് ഒരു വേദപുസ്തക പശ്ചാത്തലമാണ്. ഈ വേദപുസ്തക പശ്ചാത്തലത്തിൽ നിന്നുമാണ് സന്യാസിമാരും സന്യാസ ആശ്രമങ്ങളും രാത്രിയുടെ യാമങ്ങളിലെ പ്രാർത്ഥന രൂപപ്പെടുത്തി എടുത്തത്. സന്യാസിമാരുടെ പ്രാർത്ഥന അനുഷ്ഠാനങ്ങളിൽ പാതിരാ പ്രാർത്ഥന വളരെ നിർബന്ധമായി രൂപപ്പെട്ടത് ഈ വേദപുസ്തക അടിസ്ഥാനത്തിലാണ്. പ്രത്യേകിച്ച് നോയമ്പ് കാലങ്ങളിൽ വളരെ കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരു പ്രാർത്ഥന സമയമാണ് പാതിരാ പ്രാർത്ഥന. ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്ന നിമിഷം. ഓരോ സന്യാസിയും ഉണർന്നിരുന്ന് കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയും കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ഇരിക്കുകയും മാത്രമല്ല അവരുടെ ഉറക്കത്തിന്റെ ദൈർഘ്യം കുറച്ച് കൂടുതൽ സമയം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാതിര ഉണർന്നുള്ള പ്രാർത്ഥനകൾ സന്യാസാശ്രമങ്ങളിൽ രൂപപ്പെട്ടത്. സന്യാസ ആശ്രമങ്ങളിൽ നിന്നും ഇത് സഭയ്ക്ക് കൈമാറി. സഭ ആരാധനക്രമം രൂപപ്പെടുത്തിയപ്പോൾ സഭയിലും ഈ പാതിര പ്രാർത്ഥനകൾ ഉപയോഗിച്ചു വരുന്നത്. എന്തിനാണ് നമ്മൾ ഉണർന്നിരിക്കുന്നത്? പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവസന്നിധിയിൽ നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കും. രണ്ട്, പാപ പൈശാചിക ശക്തിയിൽ നിന്നും നമ്മൾ ഉണർന്നിരിക്കും. ഒരു ഭക്തനെ പാപത്തിലേക്ക് വീഴ്ത്താതിരിക്കാൻ വേണ്ടി സാത്താന്യ പോരാട്ടത്തിൽ നിന്നും അവനെ വിടുവിക്കാൻ വേണ്ടി അവനെ സഭ ഉണർത്തുന്നതായ പ്രാർത്ഥനകളാണ് പാതിര പ്രാർത്ഥന. അതുകൊണ്ട് ഈ നോയമ്പ് കാലങ്ങളിൽ പാപത്തിന്റെ അവസ്ഥയിലേക്ക് പിശാച് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാതിരിക്കാനാണ് വളരെ ഉണർന്നും ജാഗ്രതയോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പാതിരാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനാണ്, ദൈവസന്നിധിയിൽ രാത്രിയാമങ്ങളിൽ സമയം ചെലവഴിക്കുവാനാണ്. അതിലൂടെ സാത്താന്യ പോരാട്ടത്തിൽ നിന്നും നമ്മെ തന്നെ വീണ്ടെടുക്കുവാനാണ്. മാത്രമല്ല നിശബ്ദതയുടെ മറവിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനാണ് ഈ പാതിര സമയങ്ങൾ നമ്മളെ സഹായിക്കുകയും ഉണർന്നിരിക്കുന്നതിലൂടെ വളരെ ജാഗ്രത പാലിക്കുവാനാണ് നമുക്കിടയായി തീരും. സാത്താൻ സദാസമയം നമ്മളെ പോരാട്ടിക്കൊണ്ടിരിക്കുന്നതായ ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ നോയമ്പുകാലം നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ ഉറക്കമില്ലാത്ത ഉണർവുള്ള കർത്താവിന്റെ കൂടെ സമയം ചെലവഴിക്കുക.